തിരുവനന്തപുരം പേയാട് കാവടിക്കടവിൽ കുളിക്കാനിറങ്ങിയ പാങ്കോട് മിലിറ്ററി ക്യാമ്പിലെ ഉദ്യോഗസ്ഥനെ കാണാതായി. കോഴിക്കോട് സ്വദേശിയായ സുജിത്തിനെയാണ് ശക്തമായ ഒഴുക്കിൽപ്പെട്ട് കാണാതായത്. അഭിജിത്ത്, ബ്രിട്ടോ, ശ്രീയേഷ്, സുജിത്ത് എന്നിവർ ചേർന്നാണ് കാവടിക്കടവിൽ കുളിക്കാനിറങ്ങിയത്. ഇതിനിടെ തന്നെ രണ്ടുപേർ ഒഴുക്കിൽപ്പെടുകയായിരുന്നു. അതിൽ ഒരാൾ തിരിച്ച് നീന്തി കയറുകയും എന്നാൽ സുജിത്തിനാകട്ടെ കരയിലെത്താൻ കഴിഞ്ഞില്ല. വിവരമറിഞ്ഞെത്തിയ രക്ഷാപ്രവർത്തകർ ഉടൻ തന്നെ തിരച്ചിൽ ആരംഭിക്കുകയും തിരുവനന്തപുരത്തു നിന്നുള്ള സ്ക്യൂബ ഡൈവിംഗ് ടീം ആകട്ടെ സ്ഥലത്തെത്തിക്കൊണ്ട് വ്യാപകമായ തിരച്ചിൽ ഇപ്പോൾ തുടരുകയാണ്. എന്നാൽ പ്രദേശത്ത് തുടരുന്ന ശക്തമായ മഴയും പ്രതികൂല കാലാവസ്ഥയും രക്ഷാപ്രവർത്തനത്തിന് വലിയ വെല്ലുവിളിയാവുകയാണ്. കഴിഞ്ഞ ദിവസങ്ങളിൽ ഉണ്ടായ കനത്ത മഴയെ തുടർന്ന് ആറ്റിൽ വെള്ളം നിറഞ്ഞ നിലയിലായിരുന്നു. ശക്തമായ അടിയൊഴുക്കും അപകട സാധ്യതയും ഇതോടുകൂടി തന്നെ ഇവിടെ വർദ്ധിച്ചിരിക്കുകയാണ്. അതേസമയം അപകടത്തിൽ പതിവായി തന്നെ റിപ്പോർട്ട് ചെയ്യപ്പെടുന്ന അതായത് ഈ ഒരു അപകടങ്ങൾ കൂടുതലായി തന്നെ റിപ്പോർട്ട് ചെയ്യപ്പെടുന്ന സ്ഥലങ്ങളിൽ ഒന്നാണ് പേയാട് കാവടിക്കടവ്. പ്രകൃതി ഭംഗിയും ശാന്തമായ അന്തരീക്ഷവും കാരണം വിനോദസഞ്ചാരികളും വിദ്യാർത്ഥികളും ഉൾപ്പെടെ തന്നെ നിരവധി പേർ ഇവിടെ എത്താറുണ്ട്. എന്നാൽ ആറ്റിന്റെ ആഴവും ഒഴുക്കിന്റെ ശക്തിയും കൃത്യമായി മനസ്സിലാക്കാതെയാണ് പലരും ഇവിടെ വെള്ളത്തിലേക്ക് ഇറങ്ങുന്നത്. ഇതാണ് പലപ്പോഴും ദുരന്തത്തിന് വഴിവെക്കുന്നതും. പ്രദേശവാസികൾ പറയുന്നതനുസരിച്ച് മഴക്കാലത്ത് ഇവിടെ അടിയൊഴുക്ക് അതീവ ശക്തമായിരിക്കും. പുറമെ തന്നെ വെള്ളം ശാന്തമായി തോന്നുമെങ്കിൽ പോലും വെള്ളത്തിനടിയിൽ അപകടകരമായ നീക്കങ്ങളാണ് ഉണ്ടാകാറ്. മുന്നറിയിപ്പ് ബോർഡുകളും സുരക്ഷാ സംവിധാനങ്ങളും കൂടുതൽ ശക്തമാക്കണമെന്ന ആവശ്യം പോലും നാട്ടുകാർ ഉയർത്തുന്നുണ്ട്. മാത്രമല്ല, ഉണ്ടാകുന്ന സാഹചര്യങ്ങളിൽ തുടർച്ചയായ രീതിയിൽ അപകടങ്ങൾ ഉണ്ടാകുന്ന സാഹചര്യത്തിൽ പ്രദേശത്ത് കർശന നിയന്ത്രണങ്ങളും ബോധവൽക്കരണവും അനിവാര്യമാണ് എന്നതാണ് ഇവിടുത്തെ പ്രദേശവാസികൾ ഇപ്പോൾ പറയുന്നത്. ഇത് ഞാനൊരു ഓട്ടോ ഡ്രൈവറാണ്. അപ്പോൾ ഇതുവഴി പോകുമ്പോൾ നമ്മൾ ഈ പ്രദേശത്തുള്ള ഡിവൈഎഫ്ഐ പ്രവർത്തകർ കയറുമായി ഓടി വരുന്നത് കണ്ടുകൊണ്ടാണ് നമ്മളെ വണ്ടി ഒതുക്കിയിട്ട് ഇവിടെ ഇറങ്ങേണ്ടി വന്നത്. അപ്പോൾ നമ്മുടെ പ്രദേശത്തുള്ള ഡിവൈഎഫ്ഐ സഖാക്കൾ നമ്മളെ ഞായറാഴ്ച ബുക്ക് വിതരണമാണ്, അതിൻ്റെ പിരിവായിട്ട് നിൽക്കുകയായിരുന്നു. അപ്പോഴാണ് ഇവിടുന്ന് ഈ നാട്ടുകാരോ പറഞ്ഞു കേട്ടാണ് അവരിവിടെ എത്തിപ്പറ്റിയത്. സഹകളായ വിനീഷ്, LJ വിഷ്ണു, രഞ്ജിത്ത് എല്ലാവരും ഉണ്ടായിരുന്നു. കയറുമായിട്ട് പെട്ടെന്ന് വന്നു വെള്ളത്തിലിറങ്ങി അവരെ പിടിച്ചു കയറ്റാൻ സഹായിച്ചു. 5 പേരാണ് വന്നിട്ടുണ്ടായിരുന്നത്. അതിൽ 4 പേരാണ് കുളിക്കാൻ ഇറങ്ങിയത്. മിലിറ്ററി ഉദ്യോഗസ്ഥരാണെന്നാണ് അറിയാൻ കഴിഞ്ഞത്. 4 പേരിൽ 3 പേരെ നമുക്ക് രക്ഷപ്പെടുത്താൻ വേണ്ടി കഴിഞ്ഞിരുന്നു. പക്ഷേ ഒരാളെ വെള്ളത്തിൽ ഒഴുക്കിനിടയിൽ കാണാൻ പറ്റിയില്ല. കയറൊക്കെ ഇട്ട് പറ്റും. അതിനുശേഷം ഫയർഫോഴ്സ്, ക്യൂബ ടീം ഉൾപ്പെടെ വന്നിട്ടുണ്ട്. ഇപ്പോൾ അവിടെ തിരച്ചിൽ നടന്നുകൊണ്ടിരിക്കുകയാണ്. ഇതുവരെ കണ്ടുകിട്ടാൻ സാധിച്ചിട്ടില്ല. പക്ഷേ ഇറങ്ങി കയറിട്ട് കെട്ടിയാണ് കയറ്റിയത്. അപ്പോൾ നമ്മളിവിടെ ഈ പരിസരത്ത് തന്നെ നമുക്ക് നിരന്തരം ഇവിടെ ഈ പല സ്ഥലത്തുള്ള ആൾക്കാർ വരുന്നത് കാരണം നിരന്തരം ഇവിടെ ബോർഡുകൾ വരെ വെച്ചിട്ടുണ്ട്. പക്ഷെ അത് ഉൾക്കൊള്ളാതെ ഇവിടെ വരുന്ന ഒരുപാട് ലേഡീസും പിന്നെ കൊച്ചുകുട്ടികൾ ഉൾപ്പെടെ ഉള്ളവർ ഇവിടെ ഇറങ്ങുന്നുണ്ട്. അപ്പോൾ എല്ലാവരുടെയും കൂടെ പറയാനുള്ള ഒഴുക്ക് വെള്ളമാണ്. ദയവായി ഈ കാവടിക്കടവ് ഭാഗത്ത് വന്നിറങ്ങരുത്. നാട്ടുകാർക്ക് നമുക്ക് എല്ലാവർക്കും ഒരു വിഷമമുണ്ടാകുന്ന, ഓരോ ദിവസവും വിഷമമുണ്ടാകുന്ന സംഭവങ്ങളാണ് ഇവിടെ നടന്നുകൊണ്ടിരിക്കുന്നത്.